ഗുരുഗ്രാം ഷിക്കോപൂർ ഭൂമി ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിനായി റോബർട്ട് വദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്തെത്തി. വദ്രയ്ക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. തുടർച്ചയായ രണ്ടാം ദിവസമാണ് റോബർട്ട് വദ്രയെ ഇഡി ചോദ്യം ചെയ്യുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇന്നലെ മണിക്കൂറുകളോളം നീളുന്ന ചോദ്യം ചെയ്യലായിരുന്നു. റോബർട്ട് വദ്രയുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. 7.5 കോടി രൂപയ്ക്ക് വാങ്ങിയ ഭൂമി മണിക്കൂറുകൾക്കുള്ളിൽ 50 കോടിയിലേറെ നൽകി മറിച്ചുവിറ്റു എന്നൊക്കെയുള്ള കേസ്, DLF-ന് മറിച്ചുവിറ്റു എന്നതാണ് കേസ്. ഇതിലിപ്പോൾ ഏത് തരത്തിലേക്ക് ഇഡി മുന്നോട്ട് നീങ്ങുമെന്നാണ് നമ്മൾ കരുതേണ്ടത്? കള്ളപ്പണ ഇടപാട് എന്നതാണല്ലോ ഇഡി ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധിയും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടല്ലോ. അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ 6 മണിക്കൂറിലേറെയാണ് റോബർട്ട് വദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് ഈ ഗുരുഗ്രാം ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. തുടർന്ന് ഇന്നും ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുകയായിരുന്നു. ഇന്ന് 11 മണിയോടെയാണ് റോബർട്ട് വദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനത്തേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം റോബർട്ട് വദ്രയെ ഇഡി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ആ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കളൊന്നും തന്നെ തയ്യാറായിരുന്നില്ല. എന്നാൽ വൈകിട്ടോടെ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയേക്കും എതിരായ ചാർജ് ഷീറ്റ് സമർപ്പിച്ചതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം റോബർട്ട് വദ്രയാകട്ടെ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചത് ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ചോദ്യം ചെയ്യാൻ റോബർട്ട് വദ്ര വീണ്ടും എത്തുമ്പോഴേക്കും ഇതിനൊരു രാഷ്ട്രീയ മാനവും കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രിയങ്ക ഗാന്ധിയും റോബർട്ട് വദ്രയെ ഇ.ഡി. ഓഫീസിലേക്ക് അനുഗമിച്ചിരിക്കുന്നു. ഈ റോബർട്ട് വദ്ര ചോദ്യം ചെയ്യലിനായി ഇ.ഡി. ഓഫീസിലേക്ക് കയറും മുമ്പ് പ്രിയങ്ക ഗാന്ധിയെ ആലിംഗനം ചെയ്താണ് അകത്തേക്ക് കയറിയത്. പ്രിയങ്ക ഗാന്ധി ആകട്ടെ ഇപ്പോഴും വിശ്രമമുറിയിൽ റോബർട്ട് വദ്ര ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇറങ്ങുന്നതും കാത്ത് സമീപത്തുള്ള പുറത്തുള്ള വിശ്രമമുറിയിൽ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. കൂടാതെ കോൺഗ്രസ് നേതാക്കളും റോബർട്ട് വദ്രയുടെ വിഷയത്തിൽ ഇന്ന് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ കേസും അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം, കോൺഗ്രസ് ഈ റോബർട്ട് വദ്രയുടെ വിഷയം ഉൾപ്പെടെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഇതിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ച് റോബർട്ട് വദ്ര തുടർച്ചയായി തൻ്റെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യലിനായി റോബർട്ട് വദ്രയെ വീണ്ടും ഇ.ഡി. വിളിപ്പിച്ചിരിക്കുന്നതും. അതേസമയം അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഗുരുഗ്രാമിൽ 2008 7.5 കോടി രൂപയ്ക്ക് വാങ്ങിയ ഭൂമി പിന്നീട് 58 കോടി രൂപയ്ക്ക് മറിച്ചുവിറ്റ വിഷയത്തിൽ വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഈ കേസുമായി ബന്ധപ്പെട്ട് താൻ ഇതുവരെ 20,000-ഓളം രേഖകൾ ഇഡിക്ക് നൽകിയിട്ടുണ്ട് എന്നും ഇഡി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. ഇനി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകും. തനിക്ക് ഭയമില്ല, ഇതിനെ മറികടക്കാനുള്ള ശേഷിയും ശക്തിയും തനിക്കുണ്ട് എന്നും സത്യം ജയിക്കും എന്നുമുള്ള പ്രതികരണമാണ് ഇന്ന് രാവിലെയും റോബർട്ട് വദ്ര നടത്തിയിരിക്കുന്നതെങ്കിൽ പോലും ഇതിൽ രാഷ്ട്രീയ മാനം കൂടി കൈവന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ഏറ്റവും ശ്രദ്ധേയം. അനുജ, ഷിക്കോപൂർ ഭൂമി ഇടപാട് കേസിലാണ് റോബർട്ട് വദ്ര തുടർച്ചയായ രണ്ടാം ദിവസം ഇ.ഡി. ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി എത്തിയത്. പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. ആ ചോദ്യം ചെയ്യൽ അവിടെ തുടരുകയാണ് എന്ന വിവരമാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്.